ജ്യോതിഷം അനുസരിച്ച് ശനി ഇപ്പോൾ കുംഭം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു ജൂൺ 29 മുതൽ വക്രഗതിയിൽ ചലിക്കാൻ തുടങ്ങും. അതായത് കുംഭം രാശിയിൽ നിന്ന് മകരരാശിയിലേക്കാണ് നീങ്ങുന്നത്. ഈ കാലയളവ് എന്ന് പറയുന്നത് 2024 നവംബർ 15 വരെയാണ്. ഈ ശനിയുടെ ഈ തരത്തിലുള്ള ഒരു സഞ്ചാര മാറ്റം കാരണം എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ശനിയുടെ ഇത്തരത്തിലുള്ള ഒരു സഞ്ചാരം കാരണം ഉണ്ടാകുന്ന ശുഭഫലങ്ങൾ പ്രധാനമായും മേടം, ഇടവം, തുലാം, ധനു എന്നീ രാശിക്കാർക്കാണ് ഉണ്ടാകുന്നത്. ശനിയുടെ ഈ വക്രഗതി കാരണം ശുഭഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള രാശികളും ശുഭഫലങ്ങളുമാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ രാശിക്കാർ മേടം രാശിക്കാരാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ ഭാഗത്ത് ജനിച്ച ആളുകളുമാണ്. മേടം രാശിക്കാർക്ക് വലിയ തോതിൽ ഗുണങ്ങളുണ്ടാകും. സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്കാണെങ്കിൽ ലാഭം ഉണ്ടാകും. തിരികെ ലഭിക്കില്ല എന്ന് കരുതിയിരിക്കുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. സമ്പാദ്യത്തിലും വർധനവുണ്ടാകും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അടുത്ത രാശിക്കാർ എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക അവസാനത്തെ 1/4 ഭാഗം വരും. അതുപോലെ രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം. ഇവരൊക്കെയാണ് ഇടവം രാശിയിൽ വരുന്ന ആളുകൾ. ഈ രാശിക്കാരുടെ വരുമാനം വർദ്ധിക്കും. അതുപോലെ കരിയറിൽ ഇവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പുരോഗതി ഉണ്ടാകും. എല്ലാവിധ പ്രവർത്തനങ്ങളിലും വിജയിക്കും. അതുപോലെ ആളുകൾക്ക് ഇവരോടുള്ള ബഹുമാനമൊക്കെ വർദ്ധിക്കും. വ്യവസായികൾക്കാണെങ്കിൽ പ്രയോജനപ്പെട്ട ഒരു സമയം തന്നെയായിരിക്കും. മറ്റൊന്ന് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ വരുന്നത് ചിത്തിര 2ാമത്തെ പകുതി, ചോതി, വിശാഖം ആണെങ്കിൽ വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗത്ത് ജനിച്ച ആളുകളാണ്. തുലാം രാശിയുടെ അധിപനാണ് ശുക്രൻ. ഈ ശുക്രൻ എന്ന് പറയുന്നത് ശനിയുടെ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് ഈ രാശിക്കാർക്ക് ശനി ഒരു പ്രത്യേക പരിഗണനയൊക്കെ നൽകും. ഒരു ബിസിനസ് പരമായ ഇടപാടിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും. പുതിയൊരു ജോലി തുടങ്ങാനൊക്കെയുള്ള നല്ലൊരു സമയമാണിത്. വേറൊരു രാശിക്കാർ എന്ന് പറയുന്നത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം. ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗത്തിൽ ജനിച്ചവരാണ് ഉത്രാടത്തിൽ വരുന്നത്. വളരെയധികം സമ്പത്ത് വരാനുള്ള ശക്തമായ ഒരു സാധ്യതയുണ്ടാകും. അതുപോലെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെയധികം പ്രയോജനം ഉണ്ടാകും. അതുപോലെ സ്വകാര്യ മേഖലയിലുള്ളവർക്കും വളരെയധികം അനുകൂലമായ ഒരു സമയമാണ്. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രമോഷനോ ശമ്പളത്തിൽ വർധനവോ ഒക്കെ ഉണ്ടാകും. ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഭാഗ്യം കടാക്ഷിക്കും. അതുപോലെ ആരോഗ്യവും മെച്ചപ്പെട്ടതാകും.